നമുക്കിന്ന് കുമ്പളങ്ങ എങ്ങനെ മോരൊഴിച്ച് കറി വയ്ക്കാമെന്ന് നോക്കാം. കുമ്പളങ്ങ ആദ്യമേ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന് കുമ്പളങ്ങയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, അല്പം സവാള, ഒരു 2-3 പച്ചമുളക്, അല്പം കറിവേപ്പില എല്ലാം ഇട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്കത് തുറന്ന് നോക്കാം. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും മൂടി വയ്ക്കാം. നമുക്കത് വീണ്ടും തുറന്ന് നോക്കാം. ഇപ്പോൾ കുമ്പളങ്ങ നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങയും 2 ചുമന്നുള്ളി, 2 വെളുത്തുള്ളി, അല്പം ജീരകം കൂടെ കൂട്ടി അരച്ച അരപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരപ്പ് ഇതിൽ കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പം നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്താലും പതുക്കെ തള വന്നുകൊണ്ടിരിക്കണം. അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇത് നല്ല പുളിയുള്ള തൈരാണ്. ഞാൻ അധികം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ പുളി നോക്കിയതിന് ശേഷം മാത്രം തൈര് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കൊരല്പം ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്കൊരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വറുത്ത വറവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് കുമ്പളങ്ങ മോരുകറി വയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഓക്കെ, നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.